നമസ്കാരം. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഇറാൻ ബന്ധമുള്ള കപ്പലുകളും എണ്ണ ടാങ്കറുകളും വരും ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കും. ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിലൂടെ ഇറാൻ പതാക വഹിക്കുന്ന കപ്പലുകളെയും ഇറാൻ സഹായം നൽകുന്ന മറ്റ് കപ്പലുകളെയും കടലിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളും ഇൻഷുറൻസ് നിബന്ധനകളും ലംഘിച്ച് ഇറാൻ എണ്ണ കടത്തുന്ന ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകളെയാണ് പ്രധാനമായും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. US ഇൻഡോ പസഫിക് കമാൻഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ ദൗത്യം ഇറാന് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ അറേബ്യൻ കടലിലും ഒമാൻ ഉൾക്കടലിലും അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തിന് പുറമെയാണിത്. ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ച 23 കപ്പലുകളെ ഇതിനകം തന്നെ അമേരിക്കൻ സൈന്യം തിരിച്ചയച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ സൈന്യം കർശനമാക്കുകയും ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം. കടലിടുക്ക് വ്യാപാരത്തിനായി തുറന്നു നൽകിയെന്ന ഇറാന്റെ പ്രഖ്യാപനം വിശ്വസിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അനുകൂലമായി പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ തുറമുഖ ഉപരോധം തുടരുന്നതിനാൽ കടലിടുക്ക് തുറന്നിടില്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖലിബഫ് വ്യക്തമാക്കിയതോടെ ചർച്ചകൾ വഴിമുട്ടി. ഇറാന്റെ ഇറക്കുമതിയും വരുമാന മാർഗങ്ങളും പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിലൂടെ അവരെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാമെന്നാണ് ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നത്. അടുത്തയാഴ്ച വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈൽ ലോഞ്ചറുകൾ പുറത്തെടുക്കുകയും മധ്യദൂര മിസൈലുകൾ സജ്ജമാക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെതും രംഗത്ത് വന്നിട്ടുണ്ട്. കരസേന ഇറക്കുന്നതിന് പകരം കപ്പലുകൾ പിടിച്ചെടുത്തും വിഭവങ്ങൾ തടഞ്ഞും ഇറാനെ തളയ്ക്കാനാണ് ട്രംപ് താൽപ്പര്യപ്പെടുന്നത്. ഇറാനിലെ അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവായിരുന്ന അലി ഷംഖാനിയുടെ മകൻ മുഹമ്മദ് ഹുസൈൻ ഷംഖാനിയുടെ നിയന്ത്രണത്തിലുള്ള കപ്പലുകളെയാകും അമേരിക്ക പ്രധാനമായും ലക്ഷ്യം വെക്കുക. ഇറാൻ എണ്ണ കടത്തുന്ന നൂറുകണക്കിന് കപ്പലുകൾ സൈനിക നടപടിക്ക് വിധേയമാകുമെന്നാണ് സൂചന. ഉപരോധിക്കപ്പെട്ട ഇറാൻ എണ്ണ വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് പാതയിൽ സംഘർഷം പുകയുന്നത് എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. അമേരിക്ക രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിലാണെന്ന സന്ദേശമാണ് ഇതെല്ലാം നൽകുന്നത്. അതേസമയം ഇറാന്റെ വ്യോമാതിർത്തി വീണ്ടും തുറക്കുമെന്നും വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുമെന്നും ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറെ ഉദ്ധരിച്ച് അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. 4 ഘട്ടങ്ങളിലായിട്ടാണ് വ്യോമാതിർത്തി തുറക്കുന്നത്. ആദ്യഘട്ടത്തിൽ ട്രാൻസിറ്റ് വിമാനങ്ങൾക്കായിരിക്കും അനുമതി നൽകുക. തുടർന്ന് രാജ്യത്തിന്റെ കിഴക്കൻ വിമാനത്താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ സർവീസ് നടത്തും. 3-ാം ഘട്ടത്തിൽ മെഹ്റാബാദ്, ഇമാം ഖൊമേനി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കും അവസാന ഘട്ടത്തിൽ പടിഞ്ഞാറൻ മേഖലയിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കും അനുമതി നൽകും. എന്നാൽ വ്യോമാതിർത്തി എന്ന് മുതൽ തുറന്നു തുടങ്ങുമെന്ന് വാർത്താ ഏജൻസി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നടപടിയെ UAE അപലപിച്ചു. യുദ്ധത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ടെഹ്റാൻ ഉയർത്തുന്ന എല്ലാ ഭീഷണികളും അഭിസംബോധന ചെയ്യണമെന്ന് UAE ഉന്നത ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നടപടി സാമ്പത്തിക ഭീകരവാദമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇറാനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും UAE വിദേശകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി സയ്യിദ് ബിൻ മുബാറക് അൽ ഹജേരി ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കി. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ യുദ്ധത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇറാൻ ഉയർത്തുന്ന ഭീഷണികളുടെ മുഴുവൻ വ്യാപ്തിയും പരിഗണിക്കേണ്ടതുണ്ട്. ഇറാന്റെ ആണവശേഷി, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങൾ, കൂടാതെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിബന്ധനകളില്ലാതെ തുറന്നു നൽകൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം താൽക്കാലികമായി നിർത്തുന്നതല്ല വിജയത്തിന്റെ മാനദണ്ഡമെന്നും ഇത്തരം ആക്രമണങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന ഉറപ്പും ഉത്തരവാദിത്വവും നിയമപരമായ ഗ്യാരണ്ടികളും ഉൾപ്പെടുന്ന നിർണായകമായ ഒരു അന്തിമ ഫലമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി.